ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞതാണ്. ആചാരം സംബന്ധിച്ച് നിയമപരമായ അല്ലെങ്കിൽ ഭരണഘടനാപരമായ പ്രശ്നം മാത്രമല്ല, ആചാരം അതുപോലെ തന്നെ സാമൂഹ്യ പരിസ്ഥിതികൾക്ക് അല്ല, ലിംഗസമത്വം മാത്രമല്ല, നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് ആവശ്യമായ രീതിയിലുള്ള പരിശോധിക്കാനാവുക ഗവൺമെൻറ്റിനോ ഹൈക്കോടതിക്കോ കോടതിക്കോ അല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ടുള്ള വളരെ ഫലപ്രദമായിട്ട് അറിവുള്ള ആളുകൾ, അത് ആചാരത്തിൻ്റെയോ ആവാം പരിഷ്കാരത്തിൻ്റെയോ ആവാം, അവരുമായി ചർച്ച നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾ അന്നേ പറഞ്ഞത്. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്. തീരുമാനിക്കാം അല്ല അല്ലല്ല അങ്ങനെയല്ല, വെറുതെ വേണ്ടാതെ വിശദീകരണം നടത്തണ്ട. അന്നത്തെ കാര്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്തതിന് തന്നെയാണ് വീണ്ടും ആവർത്തിച്ച് ഞങ്ങൾ പറയുന്നത് ഈ രീതിയിൽ പരിശോധിക്കണം. യെസ്, അതന്നെ, വിദഗ്ധരും പണ്ഡിതരും ഒക്കെ ആയിട്ട് ചർച്ച ചെയ്യണം. പണ്ഡിതരുമായി അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും കാലത്ത് വിശ്വാസികളെ വികാരം മാനിക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാലത്തും വിശ്വാസികളുടെ വികാരം മാനിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് CPIM. നിങ്ങൾക്ക് എന്തിനാ തർക്കം? ശരി. അല്ല, G. സുധാകരൻ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയല്ലോ. പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റി ആലോചിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അല്ല പുറത്തു പോയ എനിക്ക് മനസ്സിലായില്ല. അത് പുറത്തു പോയ പിന്നെ പോട്ടേന്നാണോ? എന്തിനാ എഴുന്നേൽപ്പിക്കാൻ? അദ്ദേഹം 1.5 മണിക്കൂർ പത്രസമ്മേളനം നടത്തി ലോകത്തോട് പറഞ്ഞ കാര്യമില്ലേ? ഞങ്ങളെന്തിനു എഴുന്നേൽപ്പിക്കാനാണ്? അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല, പാർട്ടി മെമ്പർഷിപ്പിലില്ല. അദ്ദേഹത്തിന് ജനാധിപത്യപരമായ രീതി എങ്ങനെ തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. ആ നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമേ കണ്ടുള്ളൂ. അത് ഞാൻ ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. അല്ല, ഞങ്ങൾക്ക് അതിൻ്റെ പേര് ജനങ്ങൾക്ക് അറിയുന്ന കാര്യമില്ല. അതല്ല, ഞങ്ങളതിന് അതിന് പോയിട്ട് വെറുതെ ആവശ്യമില്ലാതെ അലക്കം നടത്തേണ്ട കാര്യം. അയാൾക്ക് ബുദ്ധിയില്ലാതെ പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാതെ പോയത്. ഞങ്ങളെന്ത് ചെയ്യാനാ? മത്സരിക്കുമ്പോൾ ഞങ്ങൾ സിറ്റിംഗ് സീറ്റല്ലേ അമ്പലപ്പുഴ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കർശനമായി ജയിക്കും. അവിടെ ജയിക്കും. ജയിച്ചില്ലെങ്കിൽ പിന്നെ വെറുതെ സാങ്കല്പിക ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അന്നേ പറഞ്ഞു. CPM സംസ്ഥാന സെക്രട്ടറി V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. G. സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കാണ്. G. സുധാകരൻ പുറത്തേക്ക് തന്നെയാണ്, നയിപ്പിക്കാനില്ല, അമ്പലപ്പുഴയിൽ വിജയം സുരക്ഷിതമാണെന്ന് അടക്കം പറയുന്നു. ഒപ്പം തന്നെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിധിയിന്മേലുള്ള അപ്പീലുള്ള ഹർജിയിൽ നേരത്തെ സത്യവാങ്മൂലത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നു, പുതിയ സത്യവാങ്മൂലം നൽകുന്നു. നേരത്തെയും ഇപ്പോഴും എപ്പോഴും പാർട്ടി വിശ്വാസികളുടെ വിശ്വാസം മാനിക്കുന്ന പാർട്ടിയാണെന്നുകൂടി ഈ വിഷയത്തിൽ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം M. V. ഗോവിന്ദൻ മറുപടി പറയുകയാണ്. മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഒപ്പം തന്നെ രാഷ്ട്രീയമായി തന്നെ ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന കാലഘട്ടമാണ്. പ്രത്യേകിച്ച് PRD പരസ്യവുമായി ബന്ധപ്പെട്ട്, ഇരുണ്ടകാലം പരസ്യവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിപക്ഷം ഹൈക്കോടതി അടക്കം സമീപിച്ചിരുന്നാൽ അങ്ങനെ ഈ PRD പണം ഉപയോഗിച്ച്, സർക്കാർ പണം ഉപയോഗിച്ച് പത്രത്തിൽ പരസ്യം കൊടുത്തു എന്ന പ്രതിപക്ഷത്തിന്റെ ഹർജി അടക്കം നിലനിൽക്കുമോ എന്ന സംശയം ഡിവിഷൻ ബെഞ്ച് അടക്കം ഉയർത്തിയിരുന്നു. ഇത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി, പ്രതിസന്ധിയിലാക്കി പ്രതിപക്ഷം കോടതികളെ സമീപിക്കുമ്പോഴൊക്കെ പ്രതിപക്ഷത്തിന് തിരിച്ചടി കിട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് M. V. ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒപ്പം G. സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയം, അപ്പോൾ അതോടൊപ്പം തന്നെ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം തന്നെ ഇപ്പോഴുള്ള ഇറാൻ അമേരിക്ക ഇസ്രായേൽ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ M. V. ഗോവിന്ദൻ ഉയർത്തുന്നു. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിൽ CPM ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയിരുന്ന ആവശ്യമായ റിസർവ് പെട്രോളിന്റെയും ഗ്യാസിന്റെയും അടക്കം സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാരിനാകുന്നില്ല എന്നും അമേരിക്കയുടെ അടിമത്തത്തിലേക്ക് രാജ്യം നീങ്ങുന്നുവെന്നും അമേരിക്ക പറയുന്ന പോലെയാണ് കേന്ദ്ര സർക്കാർ കേൾക്കുന്നതടക്കമുള്ള രൂക്ഷ വിമർശനങ്ങളും കേന്ദ്രത്തിനെതിരെ M. V. ഗോവിന്ദൻ ഉയർത്തിയിരിക്കുന്നു. പ്രധാനമായും യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ അമേരിക്കൻ അനുമതി തേടേണ്ട ഗതികളിലേക്ക് എത്തിയെന്ന കാര്യങ്ങളടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു M. V. ഗോവിന്ദന്റെ പ്രധാനപ്പെട്ട വിമർശനങ്ങളാണ്. ഏറ്റവും ഒടുക്കം വന്ന CPM
പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വാർത്ത ഈ ശബരിമല വിധിയുമായി ബന്ധപ്പെട്ട് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധിയിന്മേൽ ഒരു അപ്പീൽ പോകുന്നുണ്ട്. ആ അപ്പീൽ സർക്കാരിന്റെ സത്യവാങ്മൂലം സമർപ്പിക്കേണ്ട തീയതി 15-നകം സമർപ്പിക്കണം. ഇതിന് മുന്നോടിയായി ആ സത്യവാങ്മൂലത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. നേരത്തെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായി ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന അർത്ഥത്തിൽ അല്ലെങ്കിൽ ആ വിശാലതയിൽ സർക്കാർ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അനുകൂല നിലപാട് സ്വീകരിച്ച സർക്കാർ അതിന് വിരുദ്ധമായ സത്യവാങ്മൂലം ഉടൻ തന്നെ സുപ്രീം കോടതിയെ സമീപിക്കും. നേരത്തെ ഈ വിധി നടപ്പിലാക്കിയുമായി ബന്ധപ്പെട്ട സർക്കാരിന് മുമ്പിൽ ഒരു അനുഭവമുണ്ട്, ഒരു പ്രതിഷേധങ്ങളുണ്ടായി. ഈ അനുഭവത്തിനടക്കം ഇപ്പോൾ ആർ ശ്രീജിത്ത് കൂടി നമ്മളോട് ചെയ്യുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി പറയുന്നത്? സുഹൈൽ, സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലെ പ്രതികരണമാണ്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധന ഹർജി സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സുപ്രീം കോടതി പരിഗണിക്കുന്ന ഈ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു. ആ കാര്യത്തിൽ ഇന്നത്തെ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ടുള്ള ഒരു തീരുമാനം സർക്കാർ അറിയിക്കും, അതിന് സർക്കാരിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ പരിസ്ഥിതി എന്ന് പറയുമ്പോൾ അത് മുൻപ് നിലപാടിൽ നിന്ന് കാതലായ മാറ്റമില്ല എന്നാണ് MV ഗോവിന്ദന്റെ വിശദീകരണമെങ്കിലും ഈ ആചാര സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം അത് ഭരണഘടനാപരമായോ മറ്റും സ്വീകരിക്കാവുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ആലോചിച്ച് തീരുമാനിക്കണം എന്നതാണ് തങ്ങളുടെ സമീപനമെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. അത് നേരത്തെയുള്ള സമീപനമാണ്, മുൻപത്തെ നിലപാടിൽ നിന്ന് കാതലായ മാറ്റമില്ല എന്ന് വിശദീകരിക്കാനാണ്. നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ നേരത്തെ ഈ വിധി നടപ്പിലാക്കിയ ഒരു അനുഭവം സർക്കാരിന്റെ മുന്നിലുണ്ട്. അന്ന് വലിയ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു, അന്ന് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ഇട കൊടുത്തിരുന്നു. അങ്ങനെ ഈ നിലവിൽ ഈ യുവതീ പ്രവേശനവുമായി അനുകൂല തീരുമാനം അത് ഉൾക്കൊള്ളാനുള്ള സാഹചര്യം ഈ സമൂഹത്തിനായില്ല എന്നൊരു ബോധ്യപ്പെടുത്തലായിരിക്കും പൊതുസമൂഹത്തിന് മുമ്പിൽ വെക്കുക. ഈ വിധി നടപ്പിലാക്കിയ അനുഭവ സംഭവത്തിൽ നിന്ന് അല്ലെങ്കിൽ വിധി നടപ്പിലാക്കിയപ്പോൾ നേരിട്ട പ്രതിസന്ധിയിൽ നിന്നടക്കമാണോ ഈ ഒരു നിലപാട് മാറ്റത്തിലേക്ക് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഇതിനെ രാഷ്ട്രീയമായ ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുള്ള നിലപാട് മാറ്റമായി തന്നെയാണോ വ്യാഖ്യാനിക്കുന്നത്? 2017 കാലത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അനുവദിക്കുന്ന സുപ്രധാനമായ വിധി വന്നത്. പിന്നീട് വിധി നടപ്പിലാക്കാനാണ് സംസ്ഥാന സർക്കാരും CPIM ശ്രമിച്ചത്. അതിനുവേണ്ടി നവോത്ഥാന സമിതി ഉണ്ടാക്കി വനിതാ മതിൽ കെട്ടിപ്പടുത്തു, 2 യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിച്ചു. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് CPIM-ന് LDF-ന് കേരളത്തിലുണ്ടായത്. 19 സീറ്റും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിലപാട് മാറ്റത്തിന് അത് നിർബന്ധിതമാക്കുക ആയിരുന്നു CPIM-നെയും LDF-നെയും. അങ്ങനെയാണ് യുവതീ പ്രവേശനത്തെ തീർത്തും അനുകൂലിക്കുന്ന സമീപനത്തിൽ നിന്ന് പിറകോട്ട് പോയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.